കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ MP ആനി മസ്ക്രീൻ. ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭാ സ്പീക്കറായിരുന്നത് വക്കം പുരുഷോത്തമൻ. 2009 രമൺ മാഗ്സസെ അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആര്? ദീപ് ജോഷി. കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1966. നെഹ്റു മന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന മലയാളി വനിത ലക്ഷ്മി N മേനോൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ VK കൃഷ്ണമേനോൻ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി KC ഏലമ്മ. കേരള സംസ്ഥാന ആദ്യ ഗവർണർ V രാമകൃഷ്ണ റാവു. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായി തീർന്ന ആദ്യ മലയാളി വനിത ജാനകി രാമചന്ദ്രൻ. കേരള മാർക്സ് എന്ന് അറിയപ്പെടുന്നത് K ദാമോദരൻ. ഡൽഹി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് നെയ്യാറ്റിൻകര കൃഷ്ണൻ നായർ. ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2001. കേരള ലോകായുക്ത നിലവിൽ വന്ന വർഷം 1999. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി MT വാസുദേവൻ നായർ എഴുതിയ നോവൽ രണ്ടാം ഊഴം. മനുഷ്യ ശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ MK സ്ലീഡൻ. ശരീരത്തിലെ 2 വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ യുറീമിയ. എന്താണ് കല്യാൺ സോണ? അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് വിത്ത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന അവാർഡ് സ്വാതി പുരസ്കാരം. ഫാൻഡം എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ലീ ഫോക്ക്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന പുസ്തകം എഴുതിയത് ആര്? ശശി തരൂർ. മാൽഗുഡി എന്ന ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോവലുകൾ എഴുതിയ ഇന്ത്യൻ സാഹിത്യകാരൻ RK നാരായണൻ. ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? C കേശവൻ. മാഗ്സസെ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആചാര്യ വിനോബ ഭാവെ. മാഗ്സസെ അവാർഡ് ഏർപ്പെടുത്തിയ രാജ്യം ഫിലിപ്പൈൻസ്. പൂവമ്പഴം എന്ന പേരിൽ കഥകൾ എഴുതിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. നിശങ്ങൾക്കപ്പുറം എന്ന കൃതി ആരുടേതാണ്? ഗുപ്ത നായർ. MT വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്ന് എഴുതിയ ഒരു നോവൽ എണ്ണപ്പാടം. എന്നാണ് ഭാരതരത്നം എന്ന ബഹുമതി നിലവിൽ വന്നത്? 1954. ഭാരതരത്നം നേടിയ ആദ്യ വിദേശി ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ചത് ആർക്കാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. നീലഗ്രഹം എന്ന് അറിയപ്പെടുന്നത് ഭൂമി. പ്രാമിത്യൂസ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ശനി.